ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ്റെ 3-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 3 ദിവസമാണ് ഇൻ്റഗ്രേഷൻ്റെ എക്സാം ഉണ്ടാവുക. ഇനിയിപ്പോൾ നാളെ അറബിക്കാണ് എക്സാം വരുന്നത്. ആക്ടിവിറ്റി 9 കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ എക്സാമിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഡാൻസിങ് ഡോൾസ്, കളർ ദ പിക്ചർ ഗ്രീൻ, റെഡ്, ബ്ലൂ. ആ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് കളർ ഗ്രീൻ കളർ കൊടുക്കുക, റെഡ് കൊടുക്കുക, ബ്ലൂ കൊടുക്കുക. ഇനി ഗ്രീൻ 3, ബ്ലൂ 2. അപ്പോൾ ആ ഒരു എണ്ണം 3 എണ്ണത്തിന് ഗ്രീൻ കൊടുക്കുക, 2 എണ്ണത്തിന് ബ്ലൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ 5 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യുക. ഗ്രീൻ 1, ബ്ലൂ 4 കൊടുക്കാം. ഗ്രീൻ 2, ബ്ലൂ 3 കൊടുക്കാം. നേരെ തിരിച്ചു കൊടുക്കാം. അല്ലെ റെഡ് 3 എണ്ണാക്കി ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇവിടെ ഗ്രീൻ, റെഡ്, ബ്ലൂ, റെഡ്. അപ്പോൾ 3, 1, 1 കൊടുക്കാം, അല്ലെങ്കിൽ 2, 2, 1 കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് 5 എന്ന സംഖ്യേനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വീതിച്ചെടുക്കാം എന്നുള്ളതാണ്. 5 എന്ന സംഖ്യേനെ ഏതൊക്കെ രീതിയിൽ പിന്നെ നമുക്ക് വീതിച്ചെടുക്കാം. തുല്യമായിട്ട് വീതിക്കാൻ കഴിയില്ല, അല്ലാതെ ഇപ്പോൾ 2, 2, 1 അല്ലെങ്കിൽ 2 + 3, 3 + 2 അവരിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഹൗ മെനി ഡോൾസ്, എത്ര ഡോൾസ് ഉണ്ടെന്ന് എഴുതാനാണ്. ആഡ് ആൻഡ് റൈറ്റ്, കൂട്ടി നോക്കിയിട്ട് എഴുതുക. എമി 4 + 2 എത്രയാണ്? 6 ആണ് വരുന്നത്. രവിയുടേത് 3 + 2 5 ആണ് വരുന്നത്. എമ 3 + 1 4 ആണ് വരുന്നത്. ഇതൊക്കെ കുട്ടികൾ സിമ്പിളായിട്ട് ചെയ്യും. അടുത്ത പ്രവർത്തനം വരുന്നത് ഹായ് പൂക്കൾ, പൂക്കൾക്ക് യോജിച്ച നിറം നൽകൂ. ഇവിടെ തെച്ചി, നമ്മൾ ചുവപ്പ് ആണ് പൊതുവെ തെച്ചി കാണുന്നത്. ചുവന്ന നിറം കൊടുക്കാം. കോളാമ്പിപ്പൂ നമുക്ക് മഞ്ഞ നിറം കൊടുക്കാം. കാക്കപ്പൂവിന് നീല നിറം കൊടുക്കാം. ചെമ്പരത്തിക്കും നമ്മൾ പൊതുവെ ചുവപ്പാണ്, എല്ലാ കളറിലും ഉണ്ട്, എന്നാലും ചുവപ്പ് കൊടുക്കാം. ഇനി വേറെ ഏതോ ചെമ്പരത്തി കാണുന്ന നിറം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ആ നിറങ്ങൾ കൊടുക്കുക. വെള്ള നിറത്തിലുള്ള ഒരു പൂവിൻ്റെ പേര്, ഇപ്പം മുല്ല എഴുതാം. വെള്ള നിറത്തിലുള്ള ഒരു പൂവിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുഞ്ഞൻ്റെ കാഴ്ചകൾ ചിത്രം നോക്കി എഴുതൂ. ഇപ്പം ഇതിൽ വാക്യം എഴുതാനാണ്. ഇപ്പം നമ്മൾ കുട്ടികൾ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കുരുവി തേൻ കുടിച്ചു. അവർ കായും രായും വായും ഈൻ്റെ ചിഹ്നം ഊൻ്റെ ചിഹ്നം ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പം കുരുവി തേൻ കുടിച്ചു എന്നെഴുതുക. വലിയ മരം എന്നെഴുതുക. കുളത്തിൽ തവള. അടുത്തത് മരത്തിൽ പറവ. പിന്നെ പറവ പാറി. ഇപ്പൊ ഫസ്റ്റത്തോ ലാസ്റ്റത്തോ അവരുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വരുന്നുണ്ട്. ബാക്കിയൊക്കെ അക്ഷരങ്ങൾ അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് എഴുതാൻ പറ്റും. ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമായിരുന്നു. അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ചാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത്. കണക്കിലേതായാലും അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.